എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. എന്താ പെട്ടെന്ന് വായിക്കുകയാണ്. അവതരണ രംഗത്ത് പുതിയ ഭാവചലനങ്ങൾ സൃഷ്ടിച്ച് ജനശ്രദ്ധ നേടിയ അവതാരകയായ രഞ്ജിനി ഹരിദാസ്. അതിവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലേ, പ്രത്യേകിച്ച് വാർത്തയൊന്നുമല്ല. ഗുരുതരമായ ചില ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇപ്പൊ എന്താ പറഞ്ഞ? സംഗീത രംഗത്തെ ഒരു പ്രശസ്തൻ തന്നെ കിടക്ക പങ്കിടാൻ ക്ഷണിച്ചു. ആരാണ് ചോദിച്ചത്? തനിക്കതിൽ താല്പര്യമില്ലെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്നെ അത്ഭുതപ്പെടുത്തി. ഞാൻ എല്ലാ വാതിലുകളും മുട്ടുന്നു, താല്പര്യമുള്ളവർക്ക് തുറക്കാം, അല്ലാത്തവർക്ക് പോകാം. എന്റെ ദൈവമേ, വിടരുതരവനെ പിടിച്ചു പോലീസിലേപ്പിക്കും. പല വാതിലുകളും പരാതിയില്ലാതെ തുറക്കപ്പെട്ടത് കൊണ്ടാകാം അദ്ദേഹം ഈ മുട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയ പബ്ലിക്, ഇവരെ പോലുള്ള പബ്ലിക് ന്യൂസൻസുകളെ ഓൺ ദ സ്പോട്ടിൽ വെടിവെച്ച് കൊന്ന് ഇവന്റെ ഒക്കെ തല തെരുവ് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കണം. അത്രയും വേണോ സാർ? വേണം. രഞ്ജിനി വെളിപ്പെടുത്തിയ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പുതിയ പരാതി എഴുതിക്കോ. നമുക്കൊക്കെ അറിയാവുന്ന വലിയൊരു നടൻ രഞ്ജിനിയുടെയും അടുത്ത സുഹൃത്താണ്. അയാൾ ഷർട്ടിടാത്ത അയാളുടെ ഒരു ചിത്രം രഞ്ജിനിക്ക് അയച്ചു കൊടുത്തിട്ട്, വൃത്തികേട് ആണല്ലോ, ഇതിലും വൃത്തികെട്ട 5 ഞാൻ കണ്ടത്. ഇതുപോലെ അർദ്ധനഗ്നയായ ഒരു ഫോട്ടോ എടുത്ത് തനിക്ക് തിരിച്ചയച്ചു തരണമെന്ന് പറയുന്നു. രഞ്ജിനി അയാളോട് വളരെ സൗമ്യമായി ചോദിച്ചു, നിനക്കെന്ത് പറ്റി, എന്താണ് കുഴപ്പമെന്ന്. തെണ്ടി, ഇതാണോടാ സംസ്കാരം? എടാ, നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? നിന്നെ 4 പേര് അറിയുമോടാ നാറി? നീ ഷണ്ടനാടാ, ഷണ്ടൻ, പരമച്ചറ്റ ഷണ്ടൻ. അവന്റെ കുഴപ്പം ആ പാവം രഞ്ജിനിക്ക് മനസ്സിലായി കാണില്ല. അത് 2 ചുട്ട അടി കിട്ടുമ്പോൾ മാറുന്ന കുഴപ്പമാണ്. തല്ലാനാണോ? എവിടെ? ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. എന്തായാലും ഈ ഞരമ്പ് രോഗിയായ സംഗീത സംവിധായകനും ബോഡി ബിൽഡറായ ഈ നടനും ഒന്ന് ആശ്വസിക്കാം. രഞ്ജിനി നിങ്ങളുടെ 2 പേരുടെയും പേരുകൾ വെളിപ്പെടുത്തിയിട്ടില്ല. എല്ലാത്തിനും പിടിച്ചകത്തിട്ട് ചന്തിക്കിട്ട് 4 പൊട്ടിക്കണം. ഇന്നവർ പിന്നാമ്പറം കാണിച്ചു, നാളെ ഉമ്മറം കാണിച്ചാലോ? ചന്തി കാണിച്ചു എന്ന് പറഞ്ഞൊരു കേസ് സർക്കാർ കടലാസിൽ ഞാൻ എങ്ങനെ എഴുതും പിള്ളേച്ച? വേണ്ട, ചന്തിന്ന് എഴുതണ്ട, കുണ്ടീന്നാവല്ലോ. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.